श्लोका 13 कदिभिर्वासरैरेत श्रोतव्यं किं च पूजनं कैर्मानवै श्रुतं पूर्वं कान् कान् कामानवाप्नुयुः കതിഭിർ ആ ഒരു കഥകളൊക്കെ വാസരൈർ ആ ഒരു മണത്തോടു കൂടിയുള്ള ഏത എല്ലാവിധ ശ്രോതവ്യം കേൾക്കുന്നുവോ കിം എന്ത് ച കൊണ്ട് പൂജനം പൂജിക്കേണ്ടത് കൈർമാനവൈഹി ആ ഒരു ദിവസങ്ങളിൽ ശ്രുതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർവം ഈ ഭാഗവതത്തിനു മുൻപ് കാൻ ഏതെല്ലാം കാമാനവാപ്നുയുഹു അഭിലാഷങ്ങളാണ് സാധിക്കേണ്ടത്. അതായത് കതിഭിർ വാസരൈരേതശോത്തവ്യം കിംച പൂജനം കൈർമാനവൈ ശ്രുതം പൂർവം കാൻ കാമാനവാപ്നുയുഹു. എത്ര ദിവസം കൊണ്ടാണ് ഈ ഭാഗവത പുരാണം എന്ന മഹത് കഥയെ കേൾക്കേണ്ടത്? ഏതെല്ലാം ദേവതകളെയാണ് പൂജിക്കേണ്ടത്? മുമ്പ് ആരെല്ലാം ഈ കഥ കേട്ടിട്ടുണ്ട്? അവരുടെ ഏതെല്ലാം അഭിലാഷങ്ങൾ സാധിച്ചിട്ടുണ്ട്? അതായത് ഈ ഭാഗവത കഥ പുരാണങ്ങളൊക്കെ കേൾക്കുവാൻ ഓരോ രീതികളുണ്ട്. അത് എത്ര ദിവസം കൊണ്ടാണ് കേൾക്കണം? അതുപോലെ തന്നെ ഈ കഥ പുരാണത്തെ നമ്മൾ മനസ്സുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഏതെല്ലാം ദേവതകളെയാണ് മനസ്സുകൊണ്ട് പൂജിക്കേണ്ടത്? അതുപോലെ ഈ ഭാഗവത പുരാണം, ദേവി ഭാഗവത പുരാണം മുൻപ് ഈ കഥ ആരെല്ലാമാണ് കേട്ടിട്ടുള്ളത്? ആ ിട്ടുള്ളവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് സാധിച്ചിട്ടുള്ളത് എന്നുള്ള സംശയങ്ങളാണ് സൂതമുനിയോട് ചോദിക്കുന്നത്. കതിഭിർവാസരൈരേത ശ്രോതവ്യം കിം ച പൂജനം കൈർമാനവൈ ശ്രുതം പൂർവം കാൻ കാൻ കാമാനവാപ്നുയുഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.